മഹാകുംഭമേളയുടെ പുണ്യം അനുഭവിച്ചറിയാൻ പ്രധാനമന്ത്രി പ്രയാഗ്രാജിലെത്തും. അടുത്ത മാസം ഫെബ്രുവരി 5-നാണ് അദ്ദേഹം പ്രയാഗ്രാജിലെത്തുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനമന്ത്രിയെ കൂടാതെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഫെബ്രുവരി 10-നും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഫെബ്രുവരി 1-നും സന്ദർശനം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരെ സന്ദർശനം കണക്കിലെടുത്തുകൊണ്ട് പ്രയാഗ്രാജിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നടക്കുന്നത്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിവിധ ഇടങ്ങളിലായി വിന്യസിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഫെബ്രുവരി 1-ന് പ്രയാഗ്രാജിലെത്തുന്ന ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറും ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രത്യേക പരിപാടികളും പ്രയാഗ്രാജിൽ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേളയെ സംബന്ധിച്ച് ഇത് സമത്വത്തിന്റെയും ഐക്യത്തിന്റെയും അസാധാരണമായ സംഗമമാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതേസമയം പ്രയാഗ്രാജിൽ 2025-ലെ മഹാകുംഭമേളയ്ക്ക് തുടക്കം കുറിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏവർക്കും ആശംസകൾ നേർന്നിരുന്നു. ഭാരതീയ മൂല്യങ്ങളെയും സംസ്കാരത്തെയും വിലമതിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഇത് ഏറെ സവിശേഷമായ ദിനമാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ കാലാതീതമായ ആത്മീയ പൈതൃകത്തെ പ്രതിനിധാനം ചെയ്യുന്ന മഹാകുംഭമേള വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും ആഘോഷമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പ്രയാഗ്രാജിൽ 2025-ലെ മഹാകുംഭമേളയ്ക്ക് തുടക്കം കുറിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി ഏവർക്കും ആശംസകൾ നേരുകയാണ്. ഭാരതീയ മൂല്യങ്ങളെയും സംസ്കാരത്തെയും വിലമതിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഇത് ഏറെ സവിശേഷമായ ദിനമാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ കാലാതീതമായ ആത്മീയ പൈതൃകത്തെ പ്രതിദാനം ചെയ്യുന്ന മഹാകുംഭമേള വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും ആഘോഷമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഭാരതീയ മൂല്യങ്ങളും സംസ്കാരവും കാത്തുസൂക്ഷിക്കുന്ന വിലമതിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഏറെ സവിശേഷമായ ദിനം. വിശ്വാസം, ഭക്തി, സംസ്കാരം എന്നിവയുടെ പവിത്രമായ സംഗമത്തിൽ അസംഖ്യം ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരുന്ന മഹാകുംഭമേള 2025-ന് പ്രയാഗ്രാജിൽ തുടക്കമായിരിക്കുകയായിരുന്നു. ഇന്ത്യയുടെ കാലാതീതമായ ആത്മീയ പൈതൃകത്തെ പ്രതിനിധാനം ചെയ്യുന്ന മഹാകുംഭമേള വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും ആഘോഷമാകുന്നു. ഇങ്ങനെയായിരുന്നു അദ്ദേഹം മഹാകുംഭമേള തുടങ്ങുന്ന ആ വേളയിൽ എക്സിൽ കുറിച്ചതും. അതേസമയം മഹാകുംഭമേള 8-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഭക്തജന സാഗരമായി പ്രയാഗ്രാജ് മാറുകയാണ്. ഉത്തർപ്രദേശ് സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കനുസരിച്ച് 8-ാം ദിനമായ രാവിലെ 8 മണിയോടെ തന്നെ 2.2 ദശലക്ഷത്തിലധികം തീർത്ഥാടകരാണ് കുംഭമേളയ്ക്കായി എത്തിയത്. 1 ദശലക്ഷം കൽപ്പവാസികളും അതേപോലെ തന്നെ 1.27 ദശലക്ഷം തീർത്ഥാടകരും ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തു. പ്രതികൂല കാലാവസ്ഥയ്ക്കിടയിലും ജനുവരി 19 വരെ 82.6 ദശലക്ഷത്തിലധികം തീർത്ഥാടകരാണ് പ്രയാഗ്രാജിലെത്തിയത്. 4 പ്രധാന ഷാഹി സ്നാനങ്ങൾ ഇനിയും വരാനിരിക്കുന്നതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. ജനുവരി 29-ന് മൗനി അമാവാസി, അതേപോലെ തന്നെ ഫെബ്രുവരി 3-ന് ബസന്ത് പഞ്ചമി, ഫെബ്രുവരി 12-ന് മാഘി പൂർണിമ, ഫെബ്രുവരി 26-ന് അതായത് മഹാശിവരാത്രി എന്നിവയാണ് വരാനിരിക്കുന്ന സുപ്രധാന സ്നാന ദിവസങ്ങൾ. മഹാകുംഭമേളയുടെ 7-ാം ദിവസമായ ഞായറാഴ്ച വൈകിട്ട് 6 മണി വരെ 5 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ പുണ്യഭൂമിയിലെത്തി. അതേസമയം കഴിഞ്ഞ ദിവസം പാചകവാത സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപ്രതീക്ഷിത അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. അപകടത്തിൽ ആളപായമൊന്നുമില്ലെങ്കിലും പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരുന്നു. അതേപോലെ തന്നെ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രി അമിത്ഷായും എത്തിച്ചേരും. ആ ദിവസം തന്നെ അദ്ദേഹം യോഗി ആദിത്യനാഥുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.